പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ഇന്ത്യക്കാരെല്ലാം അതീവ ദുഃഖിതരാണ്. കാരണം നേരം വെളുത്തപ്പോൾ നമ്മൾ വെൽക്കം ചെയ്ത ന്യൂസ്, വിനേഷ് ഫഗത് എന്ന ലേഡി ഒളിമ്പിക്സിൽ വെള്ളി മെഡലോ സ്വർണ്ണ മെഡലോ നേടും എന്നുള്ളതായിരുന്നു. പക്ഷെ വൈകുന്നേരത്തോടു കൂടി പറയുകയാണ് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. കാരണം 100 ഗ്രാം 50 കിലോ കാറ്റഗറിയിൽ 100 ഗ്രാം കൂടുതൽ തൂക്കം ഉള്ളതാണ് ഡിസ്ക്വാളിഫിക്കേഷന് കാരണം. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത്, ഈ മനുഷ്യരുടെ ഈ ഒളിമ്പിക്സിൽ ഡിസ്ക്വാളിഫിക്കേഷൻ 500 ഗ്രാം തൂക്കത്തിന്റെ വ്യത്യാസത്തിൽ, ഇത് സ്വർണ്ണമൊന്നുമല്ലല്ലോ, 500 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ അവര് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുകയാണ്. അപ്പോ സ്വർഗരാജ്യത്തിൽ എങ്ങനെയായിരിക്കും? ഇതിനെക്കാട്ടിലും എല്ലാം വലിയ ദൈവത്തിനെ മുഖാമുഖം ദർശിക്കുന്ന, ദൈവത്തിനെ ആരാധിക്കുന്ന, നമുക്ക് നിത്യജീവൻ ലഭിക്കുന്ന സ്വർഗത്തിലേക്കുള്ള ക്വാളിഫിക്കേഷൻ മാർക്ക് ഇപ്പോഴേ അറിഞ്ഞിരിക്കുന്നത്, അതിനുവേണ്ടി പടവെട്ടാനും അവസാനം ആ കിരീടം തീർച്ചയായും അണിയുവാനുമുള്ള ഒരുക്കത്തിന് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വചനഭാഗം വെളിപാട് 3:20. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. കർത്താവ് എല്ലാവർക്കും സമീപസ്ഥനാണ്. പക്ഷേ അതിനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ തന്നെ എടുക്കണം. വിളിക്കാതെ കയറി വരുന്നവനല്ല നമ്മുടെ കർത്താവ്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ മുട്ടുന്നു. അത് തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഒരു വിവേകം, അല്ലെങ്കിൽ ഒരു മര്യാദ നമ്മുടേതാണ്. നമ്മുടെ സൃഷ്ടിച്ചവൻ, ഈ ലോകവും അതിൽ ഈ പ്രപഞ്ചവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് മുട്ടുമ്പോൾ അത് തുറന്നു കൊടുത്തില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം എന്തൊരു വലിയൊരു തെറ്റായിരിക്കും നമ്മൾ ചെയ്യുന്നത്, എത്ര വലിയ ഒരു അവസരമായിരിക്കും നമ്മൾ നഷ്ടപ്പെടുന്നത്. അപ്പൊ അതുപോലെ വീണ്ടും പറയുന്നു, സങ്കീർത്തനം 46:10. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കർത്താവിന്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുന്നത്? സങ്കീർത്തനം 46:10 പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ശാന്തമായിരിക്കാൻ പഠിക്കുക. അനുദിനം കുറച്ച് സമയം ചിന്തകൾ കാടുകയറാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നും ചോദിക്കാതെ, ഒന്നും മിണ്ടാതെ, ഒന്നും ആലോചിക്കാതെ
ശാന്തമായിരിക്കാൻ പഠിക്കുക. അനുദിനം കുറച്ച് സമയം, ഒരുപക്ഷെ ഏറ്റവും നല്ല സമയം, ഉണർന്നതിന് ശേഷമുള്ള ആദ്യത്തെ സമയം കർത്താവിൻ്റെ മുമ്പിൽ ധ്യാനമഗ്നനായി കുറച്ച് സമയം ഇരിക്കുക. അപ്പോൾ ക്രമേണ നമ്മൾ കർത്താവിൻ്റെ സ്വരം, ആ ഒരു ഏകാന്തതയിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് അനുഭവപ്പെടും. വീണ്ടും സങ്കീർത്തനം 119, അങ്ങയുടെ വചനം, സങ്കീർത്തനം 119 105 വാക്യം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനമില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇരുളടഞ്ഞ് പോകും. അപ്പൊ ഈ അനുദിനം ഈ ബൈബിള് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ബൈബിൾ കുറച്ചൊക്കെ വായിക്കുകയും അതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കുകയും അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെയും അറിഞ്ഞും പകർത്താനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാം. അനുദിനം ഒരു ചാപ്റ്റർ ബൈബിൾ വായിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പറ്റുമെങ്കിൽ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരു ആരാധനാ മനോഭാവത്തോടെ, അധികം വാക്കുകളൊന്നും ഉപയോഗിക്കാതെ അബ്ബാപിതാവിൻ്റെ മുമ്പിൽ മൗനമായിരുന്ന് അവൻ പറയുന്നത് ശ്രവിക്കുവാനുള്ള ഒരു പരിശീലനം, അല്ലെങ്കിൽ കുറച്ച് സമയം കർത്താവിനോടൊത്ത് ചെലവഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും എടുത്തു മാറ്റി കർത്താവിൻ്റെ പാതയിൽ, കർത്താവിൻ്റെ വെളിച്ചത്തിൽ നടക്കുവാനുള്ള വിവേകം കർത്താവ് നമുക്ക് നൽകും. അപ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കും, നമ്മുടെ ജീവിതത്തെ മാറ്റി മറിക്കും. നമ്മൾ സ്വർഗരാജ്യത്തിന് അർഹരായി തീരും. ഈ ഒരു വിവേകത്തിന് കർത്താവിന് മുമ്പിൽ, കർത്താവിനെ ആശ്രയിച്ച്, കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അഭയം തേടി വിശ്രമിക്കാൻ, കുറച്ചു നേരം അനുദിനം വിശ്രമിക്കാനും അതിനുശേഷം കർത്താവിൻ്റെ വചനമെടുത്ത് വായിക്കുവാനും, കർത്താവ് നമ്മോട് പറയുന്നത് എന്താണെന്ന് ചെവിക്കൊള്ളാനും അതനുസരിക്കുവാനുമുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.